ഓക്കെ, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു, അതിന്റെ പ്രോപ്പർട്ടീസും പറഞ്ഞു. നെക്സ്റ്റ്, ടേക്ക് പേജ് നമ്പർ 108, എക്സസൈസ് 5.2. അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എടുത്തോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണേ. അത് പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് വൺ, 12 into 15 is equal to 15 into 12. അവിടെ ഏതാ പ്രോപ്പർട്ടി പറയുന്നത്? ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലേ? നമ്മള് നമ്പേഴ്സിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും അതിന്റെ വാല്യൂ വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അതുകൊണ്ടാണ് 12 into 15 എന്ന് പറയുന്നതും 15 into 12 എന്ന് പറയുന്നതും സെയിം ആണെന്ന് പറയുന്നത്. ഓക്കെ, എന്താ ടോഷ്യൻ? പേജ് നമ്പർ എത്രയാ? 108. Second one, 8 into 3 is equal to dash into 8. അവിടെ എന്താ വരാ? 8 into 3 is equal to dash into 8. എന്താ ജൂലിയറ്റ്, ഏതാ വരാ? 24. 24 ആണോ? പ്രോപ്പർട്ടി ആദ്യത്തേത് പോലെ തന്നെയാണ് രണ്ടാമത്തെ. എന്താ വരാ? ഫസ്റ്റ് പ്രോപ്പർട്ടി, നമ്പേഴ്സിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താല് അതിന്റെ വാല്യൂല് വ്യത്യാസം വരില്ല. എന്താ ബെനീറ്റ? എന്താ അവിടെ വരാ? ഒന്നുമില്ലേ? അവിടെ 3 ആ വരാ. 8 into 3 എന്ന് പറയുന്നത് 3 into 8 എന്ന് പറയുന്നത് സെയിം തന്നെ അല്ലേ? അല്ലേ? നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി അനുസരിച്ച് 8 into 3 എന്ന് പറയുന്നതും 3 into 8 എന്ന് പറയുന്നത് സെയിം അല്ലേ? അപ്പൊ അവിടെ 3 ആ വരാ. 8 into 3 is equal to 3 into 8. Next, third one, dash into 18 is equal to 18 into 7. ആ ഡാഷിന്റെ അടുത്ത് എന്താ വരാ? സെലിന പറഞ്ഞിട്ടുണ്ട് ആൻസർ. ആദ്യത്തും പറഞ്ഞിട്ടുണ്ട്. ഡാഷിന്റെ അടുത്ത് എന്താ വരാ? ഡാഷ് into 18 is equal to 18 into 7. ഡാഷിന്റെ അടുത്ത് എന്താ വരാ? ഓക്കെ, 7. 18 into 7 എന്ന് പറയുന്നതും 7 into 18 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. നെക്സ്റ്റ്, 6 into ബ്രാക്കറ്റിൽ 7 into 9 is equal to 6 into 7 ബ്രാക്കറ്റിൽ into ഡാഷ്. ഡാഷിന്റെ അടുത്ത് എന്താ വരാ? യെസ്, ജൂലിയറ്റിന്റെ ആൻസർ കറക്റ്റ് തന്നെ. സെക്കൻഡ് പ്രോപ്പർട്ടി, 9. ഡാഷിന്റെ അടുത്ത് 9 ആ വരാ. എന്തുകൊണ്ട്? നമ്മൾ ബ്രാക്കറ്റ് ഇടുന്ന എന്തിനാ? അത് ആദ്യം ചെയ്യാൻ വേണ്ടിട്ടാ അല്ലേ? അപ്പോ 7 into 9 ചെയ്തിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും 6 into 7 ചെയ്തിട്ട് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം തന്നെയാണ്. അപ്പൊ അവിടെ 9 വരും. ഫോർത്ത് വൺ. ഫിഫ്ത് വൺ, 562 into 1 is equal to dash. 562 into 1 is equal to dash. എത്രയായിരിക്കും? എത്ര അറിയൂ? 562. യെസ്, 562. എന്തുകൊണ്ടാ? ഏതൊരു നമ്പറിനെയും നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് അതേ നമ്പർ തന്നെ കിട്ടും. സോ 562. സിക്സ്ത് വൺ നോക്കിയേ. 11 into dash ബ്രാക്കറ്റിനകത്ത് into 8 is equal to 11 into ബ്രാക്കറ്റിനകത്ത് 15 into 8.
ഏതാ ഡാഷിന്റെ അടുത്ത് വരുന്നത്? എത്ര വരാം? ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കിയാൽ മതി. 11ഉം 15ഉം 8ഉം. 11ഉം 15ഉം 8 അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഡാഷിന്റെ അടുത്ത് ഏതായിരിക്കും വരുന്നത്? 15. Next, 7th one. Dash into 21 is equal to 0. Dash into 21 is equal to 0. Dash ന്റെ അടുത്ത് എന്തായിരിക്കും? 0. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയായിരിക്കും. So 0 into 21 is equal to 0. Next, 8th one. 642 into 121 is equal to dash into 121. $642. Okay. 642. Next, 9th one. Dash into 170 is equal to 0. 0 into 170 is equal to 0. 0 into 170 is equal to 0. Next, 10th one. 14 into 22 into 8 is equal to 14 into dash into 22. 8 into 22. Okay, 8. അപ്പൊ ഇവിടെ ഏതൊക്കെയാ പ്രോപ്പർട്ടി ഉപയോഗിച്ചെന്ന് നിങ്ങൾക്ക് അറിയോ? മനസ്സിലാവുന്നുണ്ടോ? കാണുമ്പോ ഫസ്റ്റ് പ്രോപ്പർട്ടി ആണോ സെക്കൻഡ് പ്രോപ്പർട്ടി ആണോ എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പ്രോപ്പർട്ടി ഏതൊക്കെയാന്ന് പഠിക്കണേ. Then next page number 109, multiplying on the number line. Multiplying on the number line. നമ്മളെ നമ്പർ ലൈനിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി സ്കിപ്പ് കൗണ്ടിങ് അറിയോ നിങ്ങൾക്ക്? സ്കിപ്പ് കൗണ്ടിങ് പഠിച്ചതല്ലേ? യെസ്, സെയിം തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സ്കിപ്പ് കൗണ്ടിങ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോ 7 times 4 മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 times 4 മൾട്ടിപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് നമ്പർ ലൈൻ ഒന്ന് നോക്കിയേ. എക്സാമ്പിൾ 1-നകത്ത് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് നമ്പർ ലൈൻ കണ്ടോ? ഷോ 4 into 7 on the number line. 4 into 7 നമ്പർ ലൈനകത്ത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? സ്റ്റാർട്ട് ഫ്രം 0 ആൻഡ് കൗണ്ട് 4. ആദ്യം നമ്മൾ 0 മുതൽ കൗണ്ട് ചെയ്യുന്നു. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം 4-ലേക്ക് എത്തി. സ്കിപ്പ് കൗണ്ട് 4 ആണ് ചെയ്യുന്നത്. 4 ആണ് നമ്മൾ സ്കിപ്പ് കൗണ്ട് ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്ത് 7 times 4 മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ 4-ലേക്ക് എത്തി. അവിടുന്ന് അഗെയിൻ 4 ആഡ് ചെയ്തിട്ട് 8-ലേക്ക് എത്തി. പിന്നെ ആ 8-ൽ നിന്ന് ഇപ്പൊ നമ്മൾ എത്ര തവണ 4 ആഡ് ചെയ്തു? 2 തവണ 4 ആഡ് ചെയ്തു. ഇനി ഒരു തവണ കൂടി 4 ആഡ് ചെയ്തത്. 3 times 4 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 12-ലേക്ക് എത്തി. ടെക്സ്റ്റ് തന്നെ നോക്കണേ. 12-ൽ നിന്ന് ഒരു തവണ കൂടി 4 ആഡ് ചെയ്യുമ്പോൾ 4 times 4 ആഡ് ചെയ്യുമ്പോൾ 16-ലേക്ക് എത്തി. 16-ൽ നിന്ന് ഒരു തവണ കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരെ എത്തി? 20-ലേക്ക് എത്തി. 20-ൽ നിന്ന് ഒരു തവണ കൂടി, അതായത് 6 തവണ നമ്മൾ 4 ആഡ് ചെയ്യുമ്പോൾ 24-ലേക്ക് എത്തി. പിന്നെ ഒരു തവണ കൂടി 7 times ആഡ് ചെയ്യുമ്പോൾ 28-ലേക്കും എത്തി. അതായത്
7 times 4 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എത്തുന്നു? 28 എത്തുന്നു. ദാറ്റ് മീൻസ് 4 into 7 അല്ലെങ്കിൽ 7 into 4 is equal to 28. Second example നോക്കേ. Show 5 into 3 on number line. 5 into 3 on number line. Number line 5 into 3 നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാം? ആദ്യം 0 ൽ സ്റ്റാർട്ട് ചെയ്തു 5 ലേക്ക് എത്തി. 3 തവണ നമുക്ക് 5 ആഡ് ചെയ്യണം. 5 ലേക്ക് എത്തി. അവിടുന്ന് പിന്നെയും 5 ആഡ് ചെയ്തു 10 ലേക്ക് എത്തി. 2 തവണ 5 ആഡ് ചെയ്ത് 10 ലേക്ക് എത്തി. അഗൈൻ ഒരു തവണ കൂടി 5 ആഡ് ചെയ്തു 15 ലേക്ക് എത്തി. അപ്പൊ 5 into 3 എത്രയായിരിക്കും? 5നെ 3 തവണ ആഡ് ചെയ്താൽ 15 എന്ന് കിട്ടും. നമ്പർ ലൈനിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ മനസ്സിലായോ? സ്കിപ്പ് കൗണ്ട് തന്നെയാ ചെയ്യുന്നത്. സ്കിപ്പ് കൗണ്ട് പഠിച്ചതല്ലേ നിങ്ങള്? നമ്പർ ലൈനിൽ സ്കിപ്പ് കൗണ്ട് ചെയ്യാൻ പഠിച്ചതല്ലേ? Then exercise 5.3. അതിൽ ആ 3 എണ്ണം ഒന്ന് നമ്പർ ലൈനിൽ ചെയ്ത് നോക്കിയേ. 3 into 6 7 into 3 4 into 5 ആ എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത് പോലെ ആരോ മാർക്ക് ഇങ്ങനെ റൗണ്ട് ആരോ മാർക്ക് ഇട്ടിട്ട് അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഓക്കെ, നമ്പർ ലൈനിൽ വരച്ച അനുസരിച്ചിട്ട് 3 into 6 എത്ര കിട്ടിയ? കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ചെയ്യ വേഗം. എന്താ It says 3 into 6, 18. 7 into 3, 21. 4 into 5, 20. ഓക്കെ, 3 into 6 നിങ്ങൾ 6നെ ആണോ സ്കിപ്പ് കൗണ്ട് ചെയ്തത്? 3നെ ആണോ? 3നെ ചെയ്തവരൊന്ന് കൈവന്നിച്ചേ. സ്കിപ്പ് കൗണ്ട് 3 ചെയ്തവര്. സ്കിപ്പ് കൗണ്ട് 6 ചെയ്തവരോ? ഓക്കെ, എങ്ങനെയായാലും 18 തന്നെയാണ് ആൻസർ കിട്ടുന്നത് അല്ലേ? രണ്ടാമത്തത് 7 into 3. 3 സ്കിപ്പ് കൗണ്ട് ചെയ്തവര് കൈവന്നിച്ചേ. രണ്ടാമത്തേതില് 7 സ്കിപ്പ് കൗണ്ട് ചെയ്തവരോ? ഓക്കെ, എങ്ങനെ ചെയ്താൽ 7 into 3 ആയാലും 3 into 7 ആയാലും 21 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ 4 into 5. 4 സ്കിപ്പ് കൗണ്ട് ആരൊക്കെയാ ചെയ്തേ? ഓക്കെ, then 5ന്റെ ആരൊക്കെയാ ചെയ്തേ? 20 അല്ലേ ആൻസർ കിട്ടുന്നത് എങ്ങനെ ചെയ്താലും. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞല്ലോ. നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് പഠിക്കാനുണ്ട്. എന്ത്? മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട്. നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ 110 എടുത്തോ? അതിനകത്ത് നിങ്ങൾക്കൊരു ചാർട്ട് കാണാൻ പറ്റും. കുറെ നമ്പേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ട്. ആ ചാർട്ട് എന്താന്ന് മനസ്സിലായോ? ഇല്ല. 10 വരെയുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അത്. ഓക്കെ, അതെങ്ങനെയാ ചെയ്യണ്ടേന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരണോ? അതോ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കിയാൽ മനസ്സിലാവോ? ടൈപ്പ് ചെയ്തിട്ടെ കുറച്ച് സമയം എടുക്കും ടൈപ്പ് ചെയ്യാൻ. ഒന്ന് വെയിറ്റ് ചെയ്യണേ.